സാ രീ. ആ പിള്ളേർ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഒന്ന് പാടി തെളിച്ചെടുക്കാനുണ്ട്. ബായിനെ വിളിക്കേണ്ടി വരും. എന്തിനി? തെളിച്ചെടുക്കണ്ടേ, കാട് പിടിച്ചെടുക്കല്ലേ. നീ മോളേലേ തുള്ളിയണാ? കാൽ തന്നെ കെടുത്തൂല. പോത്തിനടിച്ചാ? ഇല്ലടാ, അലർച്ചയായിട്ട്. ഞാൻ അപ്പഴേ പറഞ്ഞാണ് പാടണ്ടാന്ന്. നാക്കിന്റെ മൂർച്ചൂട്ടാത്തോണ്ടാ. എന്നാ ഭിത്തിയിലെങ്ങാനോട്ട് ഇറക്ക്. വേണ്ട, കത്തിയെടുത്തിയെത്താ. അപ്പയുടെ പ്രശ്നം എന്താ? പാടണം. എവിടാ? ലോകം അറിയണ ഒരു പാട്ടുകാരനാണോ? കഞ്ചാവടിക്കൂ? ശീലൂലടാ. അപ്പൊ പകുതി ആഗ്രഹം വെള്ളത്തിലായി. വെള്ളത്തിലാ? നാലാളെ കുറ്റം പറഞ്ഞ് എഴുതി തന്നാ പാടൂ. തെറ്റല്ലേ? എന്നാ സ്വന്തം സമൂഹത്തിന്റെ താഴ്ത്തി പാടാൻ പറ്റൂ? അത് വേണ്ട, അവര് വളർന്നോണ്ടിരിക്കാണ്. എത്ര വളർന്നാലും അഭിമാനത്തോടെ പറയാൻ മടിയല്ലേ? എന്ത്? എന്റെ ജാതി ഇതിൽ തന്നെയാ ജീവിച്ചു. ചെലപ്പോ ഉയർന്നെങ്ങാൻ പോയ ആനുകൂല്യം നഷ്ടപ്പെടും എന്നുള്ള പേടിയായിരിക്കും. പരാജയമാണല്ല. ഞാനാ? അമ്മയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് പറയാ. ജീവിതത്തില് പരാജയം, ഇനി പാട്ടിലും അതും പരാജയം. എങ്ങനെയെങ്കിലും ഒന്ന് കേട്ടിടാൻ പറ്റുമോ? ഇങ്ങോട്ട് തന്നെ കവിതയായിരിക്കും. എഴുതി മറിക്കണി. ഇന്ന 10 പൊറോട്ട, ഒരു ഫുൾ ചിക്കൻ, 2 7up. എന്താണിത്? വെറുതെ അങ്ങോട്ട് പാട്ടാറാക്കാൻ പറ്റുമോ? രണ്ടിനും ചെയ്യാടാ. എന്നാ മറ്റേ സൈഡ് വയ്ക്ക്. കറുമ്പനല്ലടാ, കുറുമ്പനല്ലടാ, കറിക്കരിഞ്ഞ കത്തിക്കന്റെ കളറുമല്ലടാ. കറുമ്പനല്ലടാ, കുറുമ്പനല്ലടാ, കറിക്കരിഞ്ഞ കത്തിക്കന്റെ കളറുമല്ലടാ. അവൻ പാടുന്നോലെ പാട്. എന്നെ തന്നെ കുറച്ച് കാണിക്കണോ? എന്നാലും ജനങ്ങളുടെ മനസ്സിൽ കേറുള്ളൂ. സ്വന്തം കുറവും പറഞ്ഞ് വിജയിച്ചൊരു പാട്ടുകാരുണ്ട്, അറിയോ? ആ, ഇന്ത്യ 2 കൈ നീട്ടി സ്വീകരിച്ചവനല്ലേ. വരികളുടെ മൂർച്ച കത്തിക്കെത്തിയാലും മതല്ലോർച്ചാലും ഉണ്ടാവൂല. ഇപ്പൊ കുറച്ച് കേടാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പ് പാടേണ്ട പാട്ട് ഇപ്പൊ പാടണോട്ടാ. ആടാ, ഇപ്പൊ ഒരു മാതിര മേഖലയിലെല്ലാം അവരാണല്ല. എന്റെ തീരുമാനം മാറ്റി, ഞാനൊന്ന് ശ്രമിക്കട്ടെ. നാട്ടുകാരെ പറ്റിച്ചിട്ടാണെങ്കിലും പ്രശസ്തനാണോ? ഓൾ ദ ബെസ്റ്റ്. കറുമ്പനല്ലടാ, കുറുമ്പനല്ലടാ, കറിക്കരിഞ്ഞ കത്തിക്കന്റെ കളറുമല്ലടാ. രക്ഷപ്പെടോ? അതിപ്പോ പറയാൻ പറ്റൂല. അതെന്താ? ഫേമസ് ആയി കഴിയുമ്പോ രാജ്യത്തിന്റെ നെഞ്ചോട്ട് കയറായിരുന്നാ മതി. മന്ത്രിമാരുടെയും. അതെന്താ? അതാണല്ലോ ഇപ്പൊ എടുത്ത ട്രെൻഡ്.